ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വിട്ടേക്ക്. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ്. അപ്പോൾ ഇതാണ് ഇതൊരു സ്പ്രെഡ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് നമുക്ക് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നു. അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ ആണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്തരത്തിലൊരു സെപ്പറേഷനിൽ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഈ വ്യക്തി ഒരു ഇമാജിനറി ആയിട്ടുള്ള റൊമാൻറ്റിക് സ്വപ്നങ്ങൾ കാണുന്നതായിട്ടും കാണുന്നുണ്ട്. ധാരാളം സ്വപ്നങ്ങൾ ഇവർ കാണുന്നുണ്ട്. അതായത് പകൽ കിനാവുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള സ്വപ്നങ്ങൾ, അത്തരത്തിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ഇവർ ഇമാജിനറി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കാണുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിലുള്ള എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വ്യക്തിക്ക് വല്ലാത്ത ഒരു ജലസ് നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങൾ മറ്റു വ്യക്തികളുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകുന്നതൊന്നും അവർക്ക് ഒട്ടും തന്നെ സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വരെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ആരെങ്കിലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഇവർക്ക് നല്ല ദേഷ്യം വരികയും നിങ്ങളോടും ഒക്കെ അവർക്ക് അസൂയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് വന്നിട്ട് നിങ്ങളോട് മിണ്ടുന്ന വ്യക്തിയെ എടുത്ത് കാട്ടിലേക്ക് കളഞ്ഞാലോ എന്ന് വരെ ഇവർ ചിന്തിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു തോന്നലുകളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അൺറിയലിസ്റ്റിക് ആയിട്ട് ഒട്ടും അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയധികം നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് ഒരു ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം. ഓക്കെ, പിന്നെ വരുന്നത് 10 ഓഫ് സോർഡ്സിന്റെ ഒരു എനർജിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഇത്തരത്തില് വേദനാജനകമായ അല്ലെങ്കിൽ വളരെ പെയിൻഫുൾ ആയ ഒരു എൻഡിങ്സ് ഉണ്ടാകുമെന്ന് ഈ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളോ അവരോ ഒന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു വ്യക്തിയെ വളരെ വലിയ ഒരു ക്രൈസിസിലേക്കാണ് തള്ളിവിട്ടത്, അല്ലെങ്കിൽ വളരെ വലിയൊരു ഡിപ്രഷനിലേക്കാണ് തള്ളിവിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. വളരെയധികം ലോസ് ഫീലിംഗ് ആണ് ഇവർക്കുള്ളത്. ഒരു വളരെ വിഷമത്തിലാണ്, പെയിൻഫുൾ എൻഡിങ്സ് ആണ് ഈ റിലേഷൻഷിപ്പിന് വന്നിരിക്കുന്നത്. അതാണ് അവർക്ക് ഒത്തിരി വിഷമം നൽകുന്നത്. അവരൊരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, 10 ഓഫ് വാൻഡ്സ് ആണ് പിന്നെ വരുന്ന ഒരു എനർജി. അപ്പം ഒത്തിരി ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഇവര്. ആ ഒരു ഉത്തരവാദിത്തങ്ങളിൽ പെട്ട് നട്ടം തിരിയുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ശരിക്കും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സമയം കിട്ടുന്നില്ല. അവര് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മുഴുവനും മാറ്റി വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആകാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അവരുടെ കാര്യങ്ങൾ എന്ന് പറയാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സംസാരിക്കാനോ അത്തരം കാര്യങ്ങളിലൊന്നും അവർക്ക് സമയം കിട്ടുന്നില്ല. കാരണം
ഇവര് ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മറ്റുള്ളവർ ഇവരുടെ തലയിലേക്ക് കൊണ്ടുവെക്കുന്നു, അല്ലെങ്കിൽ അവർ ആ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആദ്യ സമയങ്ങളിൽ, അതായത് നിങ്ങളുമായിട്ട് റിലേഷനിൽ വരുന്നതിന് മുന്നോ ഒക്കെ ഇവരിങ്ങനെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് ഈ വ്യക്തി. അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളൊക്കെ അവർ ക്യാരി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അപ്പൊ ജീവിതത്തിൽ അവർക്ക് എടുത്താപ്പൊങ്ങാത്ത പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്ന ഈ വ്യക്തിക്ക് ഒരു ആശ്വാസം നിങ്ങളോടൊപ്പം അവർ സ്പെൻഡ് ചെയ്തിരുന്ന കുറച്ച് സമയമായിരുന്നു. അപ്പൊ എന്നാൽ ഇപ്പോൾ അതും അവർക്ക് നഷ്ടമായിരിക്കുന്നു എന്ന ഒരു സത്യം അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവർ തന്നെ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്ന ഒരു സമയമോ ഒരു സാഹചര്യമോ ഒന്നും ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാനായിട്ട് അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനോർത്ത് അവർ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി, കുറെ നൂലാമാലകളൊക്കെ ഇവർ പിടിച്ചു വെക്കുന്നതാണ്. ഇവരുടെ ക്യാരക്ടർ അനുസരിച്ച് ഇവർ പിടിച്ചു വെക്കുന്ന കുറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അതൊക്കെ അവർക്ക് റിലീസ് ചെയ്ത് വിടാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ്. പക്ഷെ അവരുടെ ക്യാരക്ടർ കൊണ്ട് അവർക്ക് അതിൽ നിന്ന് ഊരി പോരാനായിട്ട് പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഒരു എനർജി 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷന് കാരണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളായതിന് കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ചുറ്റും ഉണ്ടായിരുന്ന കുറച്ച് വ്യക്തികളാണെന്ന് സത്യം ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവൊക്കെ ഇവരെ വല്ലാതെ ഹട്ട് ചെയ്യുന്നുണ്ട്, വളരെ വേദനിപ്പിക്കുന്നുണ്ട്. അത് ഇവർക്ക് ഈ ഒരു സമയത്ത് മാത്രമാണ് അത് മനസ്സിലായത്. പൊതുവെ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്കൊരു സമയം തരാതിരിക്കുകയും നിങ്ങളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുകയും നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യാനും ഒക്കെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവരുടെ ഉത്തരവാദിത്തങ്ങളുടെയും സിറ്റുവേഷൻസിന്റെയും ഒക്കെ പുറകെ ഇവർ പോയതുകൊണ്ട്. അപ്പൊ ആ ഒരു കാരണമായിരിക്കും ഇതിന്റെ ബേസിക് കാരണം എന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നു. പക്ഷെ അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയത് ഈ നടുക്ക് നിൽക്കുന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകൾ അത് ഊതിപ്പെരിപ്പിച്ചത് കൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോയതെന്ന് ഈ ഒരു സമയത്ത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ അവര് തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ആ തിരിച്ചറിവൊക്കെ നിങ്ങളോടുള്ള കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റാനായിട്ട് കാരണമായി. അതുപോലെ അവർ അതിനെയൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞ, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് മോശമായി പെരുമാറേണ്ടിയൊക്കെ വന്ന സമയങ്ങളൊക്കെ ഓർത്തിട്ട് അവരിപ്പോ വളരെയധികം ഹർട്ട് ആകുന്നുണ്ടതായിട്ട്, റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് ഒരു ഇത് കിട്ടുന്നുണ്ട്. നിങ്ങളോട് ക്ഷമ ചോദിക്കാനും ആ ഒരു കാര്യങ്ങളിൽ, ആ ഒരു സിറ്റുവേഷനിൽ അവരങ്ങനെ പ്രതികരിച്ചതിനെ ഓർത്ത് നിങ്ങളോട് ക്ഷമ ചോദിക്കാനും ഒക്കെ അവർ ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഒരു കാർഡ് 3 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. അപ്പൊ ഈ ഒരു കാർഡും അവരുടെ മനസ്സിന്റെ വേദന തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു സമയം പെട്ടെന്ന് തന്നെ ലൈഫിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. അത്രയ്ക്ക് വേദനയാണ് ഇവർക്ക് കൊടുക്കുന്നത്, അത്രയ്ക്കൊരു മിസ് ഫീലിംഗ് ആണ് ഇവർക്ക് നൽകുന്നത്. അപ്പൊ നിങ്ങളെ അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹൃദയം നുറുങ്ങുന്ന വേദന, അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഈ ഒരു സമയം എത്രയും പെട്ടെന്നൊന്ന് കഴിഞ്ഞു പോവുകയായിരുന്നെങ്കിൽ എന്ന് അവരൊരു 1000 വട്ടം ദിവസത്തിൽ ചിന്തിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു സമയം എൻ്റെ ലൈഫിൽ നിന്നൊന്ന് മാറിപ്പോകണേ ദൈവമേ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അത്രയധികം അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദ ചാരിയറ്റ് കാർഡാണ് പിന്നീട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണാനോ സംസാരിക്കാനോ കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ശരിക്കും വട്ടുപിടിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് എത്താനായിട്ട് അവരുടെ മുൻപിൽ പല തടസ്സങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ തകർന്നു നിൽക്കുന്ന ഒരു സമയത്തും നല്ലൊരു വിൽ പവർ നേടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയധികം തകർന്നു നിൽക്കുന്ന ഒരു സമയത്തും അവർ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. നല്ലൊരു സ്ട്രെങ്ത് അവർക്ക് വരുന്നുണ്ട്, ഒരു കൺട്രോൾ അവർക്ക് കിട്ടുക, സ്റ്റാമിന അവർക്ക് വരുന്നതായിട്ട് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും എന്തിലൊക്കെ ഒന്ന് പിടിച്ച് മുന്നോട്ട് കയറി വരാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇപ്പോൾ ഈ ഒരു തകർന്നു നിൽക്കുന്ന അവസ്ഥയിലും ഇത്രയധികം ഒരു വിൽ പവർ കിട്ടുന്നതായിട്ട് നമുക്കൊരു എനർജി കിട്ടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഓക്കെ, മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ ഇത് മജീഷ്യൻ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടുന്നത്. അപ്പൊ അവർക്ക് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ടെലിപ്പതി കമ്മ്യൂണിക്കേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവർ. അപ്പോൾ നിങ്ങൾക്കും അത് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ചില സമയങ്ങളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളത് പോലെയോ, അല്ലെങ്കിൽ നിങ്ങളെ ഫോണിൽ വിളിച്ചതുപോലെ റിങ് അടിക്കുന്നത് പോലെയോ, പുറകിൽ നിന്ന് വിളിക്കുന്ന പോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അത് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ എന്ന് വരെ ഈ വ്യക്തി ചിന്തിക്കുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനെ ചിന്തിക്കുക, ഇവർ അറിയാതെ തന്നെ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ നല്ല ആ ഒരു വ്യക്തിയുടെ സ്മെല്ല് വളരെയധികമായിട്ട് ചില സമയങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നും. അത്തരത്തിലൊക്കെ പലർക്കും പല രീതിയിലാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എനർജീസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ഒന്ന് കരകയറി പോകാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് കയറി പോകാനായിട്ട് അവർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി ഒന്ന് എടുത്തു നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സോൾ മെസ്സേജസ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് നീയാണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതൊന്നും നിങ്ങളോട് പറയാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് അവർ പറയുകയാണ്. ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ കിട്ടിയതിൽ ഞാൻ വളരെയധികം ലക്കിയാണ് എന്ന് പറയുന്നു. ഐ എം കൗണ്ടിങ് ദ വേഴ്സ് ആൻഡ് ഡേഴ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഓക്കെ, നിങ്ങളെ ഇനിയും മീറ്റ് ചെയ്യാനുള്ള ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകളും ദിവസങ്ങളും അവർ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് അല്ലെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കുകളൊക്കെ തിരിച്ചെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പറയാനായിട്ട് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ. അത് ഓൾറെഡി നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് മൈറ്റ് നൗ. ഓക്കെ, അവർക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ശൂന്യത അനുഭവപ്പെടുന്നു. വളരെയധികം കാര്യങ്ങൾ അവർ പഠിച്ചു, ഹാർഡ് ലെസൺസ് ഒക്കെ പഠിച്ച് ഇപ്പോൾ ഒത്തിരി ചേഞ്ചസ് അവരുടെ ലൈഫിൽ വന്നിരിക്കുന്നു. ആ ഒരു കാര്യവും നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. Okay, right now I am realizing that I was selfish and immature. Please forgive me. I am sorry, sorry, sorry. Okay, ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് വളരെ സെൽഫിഷ് ആയിരുന്നുവെന്നും അവർ വളരെ ഇമ്മച്ചുർ ആയിരുന്നുവെന്നും ഒക്കെ അവർ മനസ്സിലാക്കുന്നു. അതിനൊക്കെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. ഓക്കെ, ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഓക്കെ, ഈ ഒരു സമയത്ത് ഓക്കെ വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സോൾ മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ലാസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത്, യു ആർ മൈ ഹേർട്ട്, മൈ സോൾ, മൈ ട്രഷർ, മൈ ടുഡേ, മൈ ടുമോറോ, മൈ ഫോർ എവർ ആൻഡ് മൈ എവറിത്തിങ്. ഓക്കെ, നിങ്ങളാണ് എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ്, എൻ്റെ ട്രഷർ നിധി, അതുപോലെ ടുഡേ ഇന്നും നാളെയും എല്ലാം എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന കുറച്ച് സോൾ മെസ്സേജസ്. ഇനി നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ജാനുവരി മന്ത് എന്ന് പറയുന്ന ഒരു മാസമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വിത്തിൻ 72 hours. ഓക്കെ, ഒരു പോസിബിലിറ്റി ആണ്. ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി, ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1976 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് 6, റൈറ്റ് സൈഡിലെ കവിളില് മറുകുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
2 months എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ടത് എന്നൊക്കെ വിചാരിക്കുന്നു. 34 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2002 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോടൊക്കെ ഒത്തിരി ക്രേസ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1984 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നേച്ചർ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 7 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 month ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് 1 month ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.